നമ്മുടെ ഡീസൽ ഡോസ് ആൻഡ് വിൻഡോസിലെ ഇന്നൊരു സ്പെഷ്യൽ സെലിബ്രിറ്റി അതിഥിയുണ്ട്, അമൃതയും അമൃതയുടെ അമ്മയും. അമൃതയെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ സിനി സീരിയൽ ഇൻഡസ്ട്രിയിൽ പ്രഗത്ഭയായിട്ടുള്ള ഒരാളാണ്. അമൃതയുടെ വീട് പണി തുടങ്ങുമ്പോഴാണ് എന്നെ വിളിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അറിയാനായിട്ടാണ് വിളിച്ചിരുന്നത്. അന്ന് നമുക്ക് ഡീസോൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡീസോൾ ഓപ്പൺ ആയപ്പോൾ ഞാൻ അമൃതയോട് പറഞ്ഞു, ഇങ്ങോട്ട് പോര്, നമുക്ക് ഡോസ് ആൻഡ് വിൻഡോസ് ഒക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. പക്ഷേ വിൻഡോ പർച്ചേസ് ഓൾറെഡി കഴിഞ്ഞിട്ടു. പിന്നെ മെയിൻ ഡോർ എപ്പോഴും വുഡാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ഡോസ് കണ്ടപ്പോഴത്തേക്ക് അമൃതയ്ക്ക് മെയിൻ ഡോറായിട്ട് സ്റ്റീൽ ഡോർ വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമൃതയോട് ചോദിക്കുകയും ചെയ്തു, നമുക്കിത് വെച്ചാലോ. പക്ഷേ മെയിൻ ഡോർ ഓൾറെഡി ഡൺ ആണ്, അതുകൊണ്ട് അത് നമ്മൾ നോക്കില്ല. നമ്മൾ ബാക്കിയുള്ള ഡോറുകൾ, അതായത് എക്സ്റ്റീരിയർ ഡോർ ആയിട്ടുള്ള ബാൽക്കണി, കിച്ചൺ സ്റ്റീൽ ഡോറുകളും പിന്നെ ഇന്റീരിയർ ഡോർ ആയിട്ടുള്ള FRP ഡോറുകളുമാണ് നോക്കുന്നത്. FRP 6 ഡോറുകൾ വേണമായിരുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഓൾറെഡി ഏതാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനിച്ചു. ഡിസൈൻ സെലക്ഷൻ ഒക്കെ ചെയ്തു. കുറച്ച് സമയമുണ്ട്, വീട് പണി അങ്ങനെ പുരോഗമിക്കുന്നുള്ളൂ, ടൈലിംഗ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ തന്നെ സെലക്ട് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഡിസൈൻ സെലക്ഷൻ ഇവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി എന്നാണ് പ്രത്യേകത. എപ്പോഴും നമ്മൾ ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇന്റീരിയറും ഒക്കെ ആയിട്ട് അത് മെർജ് ചെയ്ത് വരണം എന്നാണ് പ്രത്യേകത. അത് കൃത്യമായിട്ട് ഇവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. സ്റ്റീൽ ഡോർ 6 പൂർണ്ണമായിട്ടും കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ഡീസോളിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള എല്ലാ ഡോസ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് നമ്മൾ ഇടുന്നതായിരിക്കും. നിങ്ങൾ വൺസ്, അതായത് വീട് പണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോറിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ടും വേണ്ട, നേരെ ഇങ്ങോട്ട് വന്നാലും കേട്ടോ. കാരണം ഇതിന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം കളക്ഷൻ ആണെന്ന്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് ഞാൻ പറയാട്ടെ, എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ്. അപ്പോൾ നമുക്കിനി പാലുകാച്ചിൻ്റെ വീട് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ സെറ്റപ്പ് മനസ്സിലാവും. ഞങ്ങൾ ഇറങ്ങട്ടെ. ടാറ്റാ. ഡീസോളിൻ്റെ ഈ ഷോറൂം കോട്ടയം ജില്ല ഏറ്റുമാനൂർ വെമ്പള്ളി ജംഗ്ഷനിലാണ്. കൂടാതെ തൊടുപുഴയിലും നമുക്കുണ്ട്. നമ്പർ താഴെ എഴുതി കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്ദി, വീണ്ടും വരും.